ഒരു നല്ല പ്രഭാതത്തെ ദർശിക്കുവാൻ കർത്താവ് നമുക്ക് വീണ്ടും ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരുത്തിൻ കീഴിൽ താണി ഇരിപ്പി. ദൈവത്തിന് സ്തോത്രം. ബലമുള്ള ദൈവകരുത്തെക്കുറിച്ചുള്ളതായ ഒരു ദർശനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ താണിരിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലാത്തവർ എഴുന്നേറ്റ് നിൽക്കും. അവർ ഡംബികളെ പോലെ അവർ എഴുന്നേറ്റ് നിന്ന് ക്രോധിച്ച് സംസാരിക്കും. ക്രോധത്തോടെ അവർ ഇടപെടും. അവരുടെ മനോഭാവത്തിന് വ്യത്യാസമുണ്ട്. അവർ തന്നെ അവർ വലിയവരെന്നുള്ളതായ ഒരു അഹങ്കാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തിന് ബലമുണ്ടെന്നും അതൊരു അമിതമായ ശക്തിയാണെന്നും ദൈവം കൃപ തരുന്നത് അമിതമായ കൃപയാണെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മളിലേക്ക് ആ കൃപയും ആ ബലവും ഊറ്റപ്പെടുന്നില്ല. എന്നാൽ നാം ഉയരേണ്ട സമയത്ത് മാത്രം നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം അവന്റെ കരത്തിൻ കീഴിൽ ഇരിക്കുന്ന ജനത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ യേശു ശിഷ്യന്മാരോടൊപ്പം വചനം ശുശ്രൂഷിക്കുന്നതായ കാലയളവിൽ ധാരാളം സഹസ്രങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വചനം കേൾക്കുവാൻ കടന്നു വന്നു. വചനത്തിന്റെ ആഴത്തിലേക്ക് കർത്താവ് കടന്നാൽ അനേക രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക ബന്ധനസ്ഥരെ ആ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതായ സമയത്ത് 3 ദിനരാത്രങ്ങൾ കടന്നുപോയത് അവരാരും അറിഞ്ഞില്ല. ആർക്കും ഉറക്കം വന്നില്ല, ആർക്കും വിശന്നില്ല, ആർക്കും ദാഹിച്ചില്ല. ഒരു വലിയ സ്വർഗീയമായ അനുഭവം അവരായിരുന്ന സ്ഥാനത്തുണ്ടാകുകയുണ്ടായി. 3 ദിവസത്തിന് ശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നോക്കൂ, ഈ ജനങ്ങൾ ഇപ്പോൾ 3 ദിവസമായി നമ്മോടൊപ്പം ഇരിക്കുന്നല്ലോ. അവരെ ഇപ്പോൾ ഞാൻ പറഞ്ഞുവിടും. ആ പറഞ്ഞുവിടുന്ന സമയത്ത് ഇവിടെ നിന്ന് അവർ അവരുടെ ഭവനത്തിലേക്ക് ചെന്നെത്തുന്നതിന് മുൻപ് വഴിയിൽ വെച്ച് തളർന്നു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ജനത്തിന് നമുക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഹൃദയങ്ങളെ, ശരീരത്തിന്റെ അവസ്ഥകളെ, ബലഹീനതകളെ, വിശപ്പിനെ തിരിച്ചറിയുന്ന ദൈവത്തിന്റെ മഹാകരുണയെ നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയും. ശിഷ്യന്മാരാകട്ടെ കർത്താവിനോട് പറയുകയാണ്, ഇത്ര വലിയൊരു ജനക്കൂട്ടത്തിന്, ജനസമൂഹത്തിന് തൃപ്തിയാവണ്ണം അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ ഈ കാട്ടിൽ എവിടെ നിന്ന് അപ്പം കിട്ടും? ദൈവത്തിന് സ്തോത്രം. അവർ ആരോടാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയാതെ അവരുടെ എളിമപ്പെട്ട ഹൃദയത്തിന്റെ വാക്കുകൾ, അല്ലെങ്കിൽ തിരിച്ചറിവില്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമകൾ, അവരുടെ ജീവിതത്തിൽ അവരുടെ മുൻപിൽ നിൽക്കുന്നത് അരുമനാഥനായ ദൈവത്തിന്റെ പുത്രനാണ്, അവനാൽ സാധിക്കാത്തത് ഒന്നുമില്ല എന്നുള്ളതായ ആ ഒരു കാഴ്ചപ്പാട് അവർക്ക് ലഭിക്കാഞ്ഞതിനാൽ അവരുടെ മുൻപിൽ കാണുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെയും അവർക്ക് കുറ്റിക്കാടായിട്ട് തോന്നി, വലിയൊരു വനപ്രദേശമായിട്ട് തോന്നി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു അവരുടെ വാക്കിന് ശ്രദ്ധ കൊടുക്കാതെ കർത്താവ് അവരോട് ചോദിക്കുകയാണ്. അവരുടെ ബലഹീനതകളെ ക്ഷമിച്ചുകൊണ്ട്, അവരുടെ അറിവില്ലായ്മകളെ ക്ഷമിച്ചുകൊണ്ട് കർത്താവിന് വീണ്ടും അവരെ വിശ്വാസവീരന്മാരാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് അവരോട് മനസ്സലിഞ്ഞ് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞതായ മറുപടി നമ്മളൊന്ന് നോക്കിയാൽ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ അതിന്റെ 32-ാം വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിച്ച് നോക്കിയാൽ ശിഷ്യന്മാർ യേശുവിന് കൊടുക്കുന്ന മറുപടി 7. എന്താണ് 7? അവർക്ക് വെറുപ്പായി പോയി. യേശു അവരോട് ചോദിച്ച ചോദ്യത്തിന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. 7 അപ്പമുണ്ടെന്ന് താഴ്മയോടുകൂടി അവർക്ക് പറയാമായിരുന്നു. പക്ഷെങ്കിൽ അവർ കൊടുത്തതായ മറുപടി, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ടെന്ന് ചോദിച്ചതിന്റെ ഉരുളക്കുപ്പേരി പോലുള്ള ഒരു മറുപടി യജമാനനോട് കൊടുക്കുകയാണ്. അവർക്ക് ദേഷ്യത്തോടുകൂടി 7. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണല്ലോ നമ്മൾ പലപ്പോഴും ഒരു ദേഷ്യം വരുമ്പോൾ ഉള്ളതായ വാക്കുകൾ യഥാർത്ഥമായ ഒരു തൃപ്തിയാവണ്ണം ഒരു ഉത്തരം കൊടുക്കാതെ നമ്മൾ പലപ്പോഴും നമ്മുടെ ദേഷ്യത്തെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് നമ്മുടെ പ്രതികരണമായ വാക്കുകൾ കൊണ്ടായിരിക്കാം. അതിനുശേഷം ശിഷ്യന്മാർ കർത്താവിനോട് പറയുകയാണ്, കുറച്ച് ഒരു ചെറിയ മീനുകളും ഇവിടെ ഉണ്ട്. അവരുടെ കയ്യിലുണ്ടായിരുന്ന അപ്പത്തെയും മീനുകളെയും ചെറിയ അപ്പമായിട്ടും ചെറിയ മീനുകളുമായിട്ടും അവർക്ക് തോന്നി. എന്നാൽ അവർ ഇരുന്നതായ, അല്ലെങ്കിൽ അവർ നിന്നുകൊണ്ടിരുന്നതായ സ്ഥലത്തെ കുറ്റിക്കാടുകളും വനപ്രദേശങ്ങളും അവരുടെ ദൃഷ്ടിയിൽ നിഴലിച്ചു വന്നു. വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, വിശ്വാസം ഇല്ലാതിരിക്കുമ്പോൾ
നമ്മുടെ ചുറ്റുപാടുകൾ കുറ്റിക്കാടുകളായിട്ട് നമുക്ക് തോന്നും, വലിയ വനമായിട്ട് തോന്നും. നമ്മുടെ കയ്യിലുള്ളതെല്ലാം അല്ലെങ്കിൽ വില കുറഞ്ഞതും അല്ലെങ്കിൽ അല്പമായിട്ടുള്ളതായ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാകും. യേശു അവരുടെ കുറവുകളെ കണക്കിടാതെ, അവരുടെ ബലഹീനതകളെ കാര്യമായിട്ട് ഗണിക്കാതെ, ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനേക അബദ്ധങ്ങൾ ദൈവത്തോട് സംസാരിക്കുമ്പോഴും നമ്മുടെ മനോഭാവത്തിലുമൊക്കെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും ഒക്കെ ഉണ്ടാകുമെങ്കിലും കർത്താവ് നമ്മോട് പകരം ചെയ്യുന്നില്ല. കാരണം നമ്മൾ ബലഹീനതയുള്ള മനുഷ്യരാണ്. നമുക്ക് പെട്ടെന്ന് കോപം വരുമെന്ന് ദൈവത്തിനറിയാം. നമ്മൾ പെട്ടെന്ന് ശാഠ്യമുള്ള ജനങ്ങളാണെന്ന് ദൈവത്തിനറിയാം. കർത്താവ് അത് ക്ഷമിച്ചുകൊണ്ട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? അവർ മറുപടി പറഞ്ഞത് അല്പം ശാഠ്യത്തോടു കൂടി ആയിരുന്നെങ്കിലും കർത്താവ് വീണ്ടും അവരോട് പറയാണ്, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ അപ്പം എന്റെ കയ്യിൽ തരൂ, അതിനുശേഷം ജനത്തോട് പറയൂ നിലത്തിരിക്കുവാൻ. ആ ജനങ്ങളെ നിലത്തിരുത്തിയപ്പോൾ കർത്താവ് അപ്പം തന്റെ കരത്തിലെടുത്തു, അതിനെ ഞുറുക്കി അവർക്ക് ഭാഗിച്ചു കൊടുത്തു. യേശു ആ അപ്പത്തെ ഞുറുക്കിയപ്പോൾ അത് വർദ്ധിക്കുവാൻ തുടങ്ങി. ശിഷ്യന്മാർ പങ്കിട്ടു കൊടുത്തപ്പോൾ ജനങ്ങൾക്ക് തൃപ്തിയാകുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം അപ്പവും വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരാണെങ്കിൽ ആ നിൽക്കുന്നവരെ ദൈവത്തിന് ഉയർത്തുവാൻ അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല. നാം ഇന്ന് വായിച്ചതായ കുറിവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കരുത്തിൻ കീഴിൽ താണിരിക്കുക. നമ്മുടെ കരത്തിലുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുത്തതിന് ശേഷം നാം അതിനെ തിരികെ വാങ്ങുവാൻ നിൽക്കുന്നവരായിട്ടല്ല, ദൈവം തരുന്നതിനെ വർദ്ധിപ്പിക്കുന്നതിനെ ഏറ്റുകൊള്ളുവാൻ തക്കവണ്ണം അവന്റെ സന്നിധിയിൽ താഴ്മയുള്ള ഒരു ഹൃദയം ആർക്കുണ്ടോ അവർ ദൈവത്താൽ ഉയർത്തപ്പെടും, അവർ ദൈവത്താൽ തൃപ്തരാക്കപ്പെടും. അവരുടെ വഴികളെ ദൈവം ഭാരമേറ്റെടുക്കും. അവരുടെ കാഴ്ചപ്പാടിൽ കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് അവർ വിജനമായ ഒരു ദേശത്തെ കർത്താവിനോട് പറഞ്ഞപ്പോൾ അത് കുറ്റിക്കാടായി പറഞ്ഞ സ്ഥലത്ത് ദൈവമിതാ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ജനങ്ങളെ ഇരുത്തുവാൻ നിർബന്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. കുറ്റിക്കാട്ടിൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞതായ കുറ്റിക്കാടുകള് അവിശ്വാസത്തിന്റെ വാക്കുകളായിരുന്നു. അവർ ചെറിയ മീൻ എന്ന് പറഞ്ഞതൊക്കെയും അവിശ്വാസത്തിന്റെ വാക്കുകളായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ അവിശ്വാസത്തിന്റെ വാക്കുകൾ കർത്താവ് നമ്മോട് ക്ഷമിക്കുന്നതിനാലാണ് നാം ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും വീണ്ടും കൃപയെ അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുമാറാക്കുന്നത്. അവന് നമ്മോട് കരുണ തോന്നുന്നു. അവൻ മഹാദയുള്ളവനാണ്. നമ്മുടെ വാക്കുകൾ പലപ്പോഴും ദൈവത്തെ കോപിപ്പിക്കുന്നതായിരിക്കാം, ദൈവത്തോട് നന്ദി കെട്ടതായിരിക്കാം, അരിമനാഥന്റെ ബലമുള്ള കരത്തെ കുറിച്ചുള്ളതായ ഒരു ദർശനം ഇല്ലാത്ത വാക്കുകളായിരിക്കാം നമ്മുടെ നാവിൽ നിന്ന് ഉയരുന്നത്. എങ്കിലും കർത്താവ് നമ്മോട് കരുണയുള്ളവനായി ക്ഷമയുള്ളവനായി നമ്മോട് പറയുകയാണ്, നിന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിൽ തരൂ, ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞാനതിനെ മുറിച്ച് നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളും ആ ജനങ്ങളൊക്കെയും നിലത്തിരിക്കുന്നവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. നിലത്തിരിക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളിൽ ഇതാ അപ്പകഷ്ണങ്ങൾ ഇതാ വാരി നിങ്ങൾക്ക് വിതറി തരികയാണ്. എവിടെ നിന്നാണ് ഈ അപ്പകഷ്ണങ്ങൾ വന്നത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഉള്ളതായ അപ്പത്തെ കർത്താവ് വർദ്ധിപ്പിച്ചു. നിങ്ങളുടെ കയ്യിലുള്ളതായ മീനിനെ കർത്താവ് ഞുറുക്കിയപ്പോൾ അതങ്ങ് വർദ്ധിക്കുകയുണ്ടായി. ദൈവം അതിനെ പങ്കിട്ട് കൊടുക്കുമ്പോൾ, ദൈവം അതിനെ വീതിച്ചു കൊടുക്കുമ്പോൾ, ദൈവം തന്റെ കരത്തിൽ കൊടുത്തതിന് സ്തോത്രം ചെയ്യുമ്പോൾ, അതിനെ വാഴ്ത്തുമ്പോൾ, ദൈവം തന്റെ പിതാവിനോട് അപേക്ഷിച്ച് അതിനൊരു വർധനവുണ്ടാക്കുന്നു. അതിനൊരു തക്ക സമയം. ആ 3 ദിവസവും ദൈവത്തിന് അതിന് സമയമായില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തക്ക സമയം വന്നു. കർത്താവിന് വർദ്ധിപ്പിക്കുവാൻ ഒരു തക്ക തരുണങ്ങൾ കിട്ടി. ദൈവത്തിന്റെ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ തക്കോണം അവന്റെ ബലമുള്ള കരത്തെ കുറിച്ചുള്ളതായ ഒരു ദർശനമുള്ള ജനങ്ങളായി, ദർശനമുള്ള മനുഷ്യരായി, ആ ഒരു കാഴ്ചപ്പാട്ടുള്ള മനുഷ്യരായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ ഇതാ വർധനവിന്റെ വേരുകൾ മുളയ്ക്കുകയായി. നമ്മുടെ ഭവനത്തിൽ ഇതാ വർധനയുടെ വാക്കുകൾ വരുന്നു. നമ്മുടെ ജീവിതത്തിൽ താഴ്ക്കപ്പെട്ടതല്ലെങ്കിൽ അവിശ്വാസത്തിന്റെ വാക്കുകൾ മാറിയിട്ട് ഇതാ വർധനവിന്റെ വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ, ബലമുള്ള കരത്തിനെ കുറിച്ചുള്ളതായ ഒരു ദർശനം നിന്റെ ഭവനത്തിൽ വരുമ്പോൾ നിന്റെ ഭവനത്തിലെ ആവശ്യങ്ങളൊക്കെയും ദൈവം അറിഞ്ഞ് അതിനെ സമൃദ്ധിയുള്ളതായ ഒരു ഭവനമാക്കി അവിടെ മാറ്റുന്നു. അവിടെ സമാധാനമുണ്ടാകും, അവിടെ സന്തോഷമുണ്ടാകും. ഗോഡ് ബ്ലെസ് യു.